ഇന്നത്തെ വേറൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ലോക ഡോക്ടേഴ്സ് ഡേ ആണ് കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളെ ചികിത്സിക്കുന്നവർ മാത്രമല്ല ഡോക്ടർമാർ, പ്രത്യാശയും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന വഴികാട്ടികൾ കൂടിയാണ്. എൻഡോസൾഫാൻ കാരണമുണ്ടായ തീരാ ദുരിതങ്ങൾക്ക് നടുവിൽ ഒരു നാടിന്റെ പ്രതിരോധമായി മാറിയ ഡോക്ടർ YS മോഹനൻ കുമാർ എന്ന കാസർഗോഡുകാരൻ ആരോഗ്യ ജാഗ്രതയുടെ വേറിട്ട അടയാളം കൂടിയാണ്. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു നാടിൻ്റെ കാലങ്ങൾ നീണ്ടുനിന്ന ഇന്നും തീരാത്ത തീരാദുരിതങ്ങളെ ആദ്യം തൊട്ടറിഞ്ഞ മനുഷ്യൻ. അങ്ങനെയാണ് ഡോക്ടർ YS മോഹൻകുമാറിൻ്റെ ജീവിതത്തെ കാണാനാവുക. 1982 മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ഉടനെ എൻമകജയിലെ വാണി നഗറിൽ സാധാരണക്കാർക്ക് വേണ്ടി ക്ലിനിക്കിടാനായിരുന്നു പിതാവിൻ്റെ നിർദ്ദേശം. ഇന്നും മോഹൻകുമാറിൻ്റെ വീട്ടിലെ ക്ലിനിക്കിൽ നാട്ടിൻപുറത്തെ രോഗികളെത്തുന്നുണ്ട്. പിതാവിന്റെ കാലത്ത് തുടങ്ങിയ പതിവ് മുടക്കാതെ നാട്ടുകാർക്കും തൊഴിലാളികൾക്കുമുള്ള ചികിത്സ മുടക്കാതെ ഡോക്ടർ മോഹൻകുമാർ ഇവിടെയുണ്ട്. വാണി നഗറിലും സ്വർഗയിലും പാദ്രയിലും ഡോക്ടറുടെ ഒറ്റമുറി ക്ലിനിക്കിന് മുന്നിൽ രോഗികൾ ഇന്നും കാത്തിരിക്കുന്നുണ്ട്. 80കളിൽ തന്റെ ക്ലിനിക്കിലെത്തിയ രോഗികളിൽ കണ്ട ശാരീരിക വ്യത്യാസമാണ് ഡോക്ടറെ കൂടുതൽ പഠനം നടത്തുന്നതിലേക്ക് വഴിതിരിച്ചുവിട്ടത്. അവിടെ എത്തിയ കുട്ടികളിൽ മാനസിക വളർച്ചക്കുറവ്, അപസ്മാരം, സെറിബ്രൽ പൾസി തുടങ്ങിയ നിരവധി ജനിതക വൈകല്യങ്ങൾ ഡോക്ടർ കണ്ടെത്തി. ഈ അസുഖങ്ങൾ അസാധാരണമായ രീതിയിൽ വർദ്ധിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയാണ് ഈ ജനിതക നാഡീരോഗങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം സംശയിച്ചു. പിന്നീട് ആ സംശയം ന്യായമാണെന്ന് പഠനങ്ങളും സംഭവങ്ങളും തെളിയിച്ചു. അങ്ങനെ ഒരു നാട്ടിൻപുറത്തുകാരൻ ഡോക്ടർ കണ്ടെത്തിയ വസ്തുതയിൽ പ്രതിരോധത്തിനായി അണിചേർന്നു. ഞാൻ 1982 MBBS ഫ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മൈസൂർ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ടാകുമ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ഈ റൂറൽ ഏരിയയിൽ വെരി ബാക്ക്വേർഡ് ഏരിയ ആയിട്ടുണ്ടായി, പ്രോപ്പർ റോഡ്സ് ഇല്ലാതെ ഒരു കാലമായിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് നീ പ്രാക്ടീസ് ചെയ്യണം, ഈ ഇവിടുത്തെ പാവങ്ങൾക്ക് പൂവർ പേഷ്യൻസിന് അവർക്ക് നീ ഹെൽപ്പാക്കണം, ഇവിടെ നിന്ന് പ്രാക്ടീസ് തുടങ്ങണം പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇവിടെ 1982 പ്രാക്ടീസ് തുടങ്ങിയത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് സ്വർഗ, ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് ഡിഫറെൻറ്റ് ടൈംസിൽ അപ്പ് ആൻഡ് ഡൗൺ ആക്കിയിട്ട് പോയിക്കൊണ്ടുണ്ടായി. ആദ്യം ഒരു 2 വർഷം ഞാൻ നടന്നിട്ടേ പോയിക്കൊണ്ടായി, ഒരു 5-6 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ, ഒരു 12 കിലോമീറ്റർ ഡെയിലി. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ചെറിയൊരു ബൈക്ക് എടുത്തു. പിന്നെ സ്ലോലി നമ്മളെ റോഡ്സ് എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വന്ന് പിന്നെ ഇപ്പോൾ 40-44 വർഷമായി. അക്കാലത്ത് ഡോക്ടർ മോഹൻകുമാർ വ്യാജനാണെന്ന പരാതി ഉയർത്തി കീടനാശിനി കമ്പനി ലോബിയുടെ വക്താക്കൾ രംഗത്ത് വന്നു. വിവാദം ചൂടുപിടിച്ചപ്പോൾ IMAയുടെ പ്രതിനിധികൾ കാസർഗോഡ് നേരിട്ടെത്തി YS മോഹൻകുമാർ ഡോക്ടറാണെന്ന് രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ചു. താൻ ശേഖരിച്ച 10 വർഷത്തെ വിവരങ്ങൾ ക്രോഡീകരിച്ച് 97 ഫെബ്രുവരിയിൽ ഒരു മെഡിക്കൽ ജേണലിൽ ഡോക്ടർ എഴുതിയ ലേഖനമാണ് എൻഡോസൾഫാൻ തളിക്കുന്നതിന്റെ മാരകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ദേശീയ തലത്തിൽ നടന്ന ആദ്യത്തെ തുറന്ന ചർച്ചകളിലൊന്ന്. രാസകീടനാശിനി ലോബികളുടെ മുന്നിൽ സൗമ്യമായി നിന്ന് രോഗികളുടെ ദുരിത ജീവിതത്തെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഈ മനുഷ്യൻ. ഒരു നാടിന്റെ കെട്ടകാലത്ത് ആ നാടിനോടൊപ്പം നിന്ന് പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും ഒന്നും വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് ഡോക്ടർ YS മോഹൻകുമാർ. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.